പട്ടയത്തിനായുള്ള തൊടുപുഴ കലയന്താനി സ്വദേശി അമ്മിണിയുടെ താലൂക്ക് ഓഫീസിന് മുന്നിലുള്ള സമരം തുടരുന്നു. തഹസിൽദാർ അനുകൂല റിപ്പോർട്ട് നൽകിയെങ്കിലും തന്റെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് അമ്മിണി. രേഖകൾ പരിശോധിക്കുന്നതിനായി ഈ മാസം 25-ന് തഹസിൽദാർ ഹിയറിംഗ് നടത്തും. ഇത് 4-ാം ദിവസമാണ് അമ്മിണിയമ്മ പട്ടയത്തിനായി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് റവന്യൂ വകുപ്പ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ കൈവശമിരിക്കുന്നത് തന്റെ പട്ടയഭൂമിയാണെന്ന് അയൽവാസിയായ നാരായണൻ അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. ഈ 7 ദിവസം കഴിഞ്ഞുള്ള ഹിയറിംഗും എല്ലാ പട്ടയ പരിശോധനയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഈ മാസം 25-ന് തഹസിൽദാർ അമ്മിണിയമ്മയുടെ എതിർകക്ഷിയായ നാരായണനോട് രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ തനിക്ക് പട്ടയം ലഭിക്കുന്നതുവരെ താലൂക്ക് ഓഫീസിന് മുന്നിലെ സമരം തുടരുമെന്നാണ് ഈ അമ്മയുടെ പ്രഖ്യാപനം. വില്ലേജ് ഓഫീസർ ചുമ്മാ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഊരിയ കാറ്റല്ലത്. വില്ലേജ് ഓഫീസർ അതിന്റെ ചെക്കും പാനും എല്ലാം നോക്കിയിട്ട് വീട്ടിൽ വന്ന് എഴുതി കൊടുത്താക്കണം തഹസിൽദാർക്ക്. അവര് കെട്ടിയ എന്റെ 10 സെന്റിന്റെ അകത്ത് കെട്ടിയ മതിലും പൊളിച്ചു കളയണം. അല്ല, ഞാൻ സമരം അവസാനിപ്പിക്കില്ല സാറേ. കഴിഞ്ഞ 40 വർഷമായി അമ്മിണിയമ്മ തന്റെ കൈവശമുള്ള ഭൂമിയിൽ നിർമ്മിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന ഇവർ രോഗബാധിതയായതിനു ശേഷം ജോലിക്ക് പോയിട്ടില്ല. വിധവയാണ്. മക്കളില്ലാത്ത ഇവർക്ക് വളർത്തുമകളുടെ കുട്ടി മാത്രമാണ് ഏക തുണ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.